അൽ-അമീൻ തോട്ടുമുക്ക് പറയും സഭയിൽ ഇന്ന് എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ നടന്നതെന്ന്. ഗുഡ് ഈവനിങ് അൽ-അമീൻ. സഭയിൽ എൻ ഷംസുദ്ദീന്റെ ചോദ്യം, പിന്നാലെ മുഖ്യമന്ത്രിയുടെ മറുപടി. സാന്ദർഭികമായി ഈ ചോദ്യത്തിലേക്ക് കടക്കുകയായിരുന്നോ എൻ ഷംസുദ്ദീൻ MLA? എന്താണ് ഇന്ന് സഭയിൽ നടന്നത്? സുജയ, അന്ന് ചോദ്യോത്തരവേളയിൽ PSC നിയമനവുമായി ബന്ധപ്പെട്ട PSCയിലെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിരുന്നു. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു വരികയായിരുന്നു. നേരത്തെ തീരുമാനിച്ച ചോദ്യങ്ങൾ പല അംഗങ്ങളും ചോദിച്ചു. അതിനിടയിലാണ് സാന്ദർഭികമായി പ്രതിപക്ഷ നിരയിൽ നിന്ന് എൻ ഷംസുദ്ദീൻ കൈയുയർത്തിക്കൊണ്ട് അനുബന്ധമായ ഒരു ചോദ്യം ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു യുവനേതാവ് PSC അംഗത്വ നിയമനവുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു എന്ന് മാത്രമല്ല, അക്കാര്യം താങ്കളുടെ പാർട്ടി സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നടപടിയുണ്ടാകുമോ? ഇതായിരുന്നു ഷംസുദ്ദീന്റെ ചോദ്യം. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് PSCയുടെ മഹിമ പറഞ്ഞു, PSCയുടെ പൊലിമ പറഞ്ഞു, PSCയെ തകർക്കാൻ കാലങ്ങളായി നടക്കുന്ന നീക്കങ്ങളും ശ്രമങ്ങളും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് PSCയിലെ അംഗത്വ നിയമനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ അഴിമതിക്ക് കളമൊരുക്കാൻ സാധിക്കാറില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലല്ല PSCയിൽ അംഗങ്ങളെ നിയമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രമക്കേടോ അതിൻ്റെ മറവിൽ ഒരു അഴിമതിക്കോ സാധ്യതയില്ല എന്ന് തീർത്ത് അദ്ദേഹം പറയുകയാണ് മുഖ്യമന്ത്രി. പക്ഷേ നാട്ടിൽ പലതരത്തിലുള്ള കള്ളത്തരങ്ങളും കൊള്ളരായ്മകളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായി ഒരു പക്ഷേ PSCയെ മറയാക്കിയും തട്ടിപ്പുകൾ ഉണ്ടായേക്കാം. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ സ്വാഭാവിക നടപടി ഉണ്ടാകുമെന്നുകൂടി മുഖ്യമന്ത്രി ഉറപ്പ് പറയുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനം, ഇത്തരമൊരു ആരോപണം ഉയർന്നു വന്നപ്പോൾ എൻ ഷംസുദ്ദീൻ്റെ ചോദ്യം ഷാർപ്പായിരുന്നു, വളരെ കൃത്യമായിരുന്നു. അതായത് പാർട്ടിയിലെ യുവ നേതാവ് കോഴ വാങ്ങിച്ചു എന്നൊരു ആരോപണമുണ്ട്. അത് പാർട്ടി സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് അത് നിഷേധിക്കാമായിരുന്നു. പക്ഷേ അത് നിഷേധിക്കാനോ അല്ലെങ്കിൽ ആ കോഴ ആരോപണത്തെ തള്ളിപ്പറയാനോ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം. എന്ന് മാത്രമല്ല, ആരെങ്കിലും അത്തരത്തിൽ ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ സ്വാഭാവിക നടപടി ഉണ്ടാകുമെന്ന് കൂടി മുഖ്യമന്ത്രി പറഞ്ഞു. ഇനി അറിയേണ്ടത് ആ നടപടി അത് പാർട്ടി തലത്തിൽ ഒതുങ്ങി നിൽക്കുമോ അതല്ല നിയമവഴിയിലേക്ക് നീങ്ങുമോ എന്നുള്ളത് മാത്രമാണ്. സുജ, തീർച്ചയായും അതിനുള്ളൊരു ഉത്തരമാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. അൽ-അമീനാണ് നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.